നല്ല മഴയും തണുപ്പും തുടങ്ങി കേട്ടോ ഇവിടെ. ഭാഗമായിട്ട് എനിക്ക് ചെറിയ തൊണ്ടവേദന അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവോ ഇനി ചോറും കറിയും വെക്കണോ കഞ്ഞി വെക്കണോ എന്ന്. പിന്നെ ഞാനൊരു ഡിസിഷനിലെത്തി കഞ്ഞിയും പയറും തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മുടെ കഞ്ഞി വെക്കാനായിട്ട് മറ്റേ ചുമന്നരി ഉണ്ടല്ലോ, കുത്തരിയോ ചമ്പാവരിയോ, അത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിലൊരു വെള്ള കണക്കുള്ള അരിയും കൂടെ കിടക്കുന്നു. അതെന്താണെന്ന് എനിക്കില്ല കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, ഞാനപ്പോൾ അത് എടുത്തിട്ട് അരി ഒരു ഗ്ലാസ് എടുത്തോളൂ. എൻ്റെ കുഞ്ഞ് കുക്കർ ആയതുകൊണ്ട് അതിനകത്ത് അത്രേ കൊള്ളത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തിട്ട് നമ്മൾ പിന്നെ അത് അരി നല്ലപോലെ കഴുകിയെടുക്കും. ഞാൻ അങ്ങ് 3-4 വെള്ളം അങ്ങ് കഴുകുവാണ് കേട്ടോ. അപ്പോൾ അരി അങ്ങ് ഞെരടി കഴുകുവാണേ. കഴുകും തോറും അതിൽ നിന്ന് ഇത് വെള്ള കണക്കുള്ള സാധനം ഇളകി വരുവാണേ. അപ്പോൾ അരിയൊക്കെ കഴുകിയതിന് ശേഷം ഞാനങ്ങ് കുക്കർ എടുത്തു. കുക്കറിനകത്ത് ഈ അരിയെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിക്കുവാണേ. ഒത്തിരി കൂടിപ്പോയാൽ നമ്മുടെ ഈ കുക്കറിൽ നിന്ന് വെള്ളം ചാടും കേട്ടോ. ഒന്നാതേ ചെറിയ കുക്കറാണ്. എനിക്ക് അറിയത്തില്ല എത്ര വെള്ളം ഒഴിക്കണമെന്ന്. ഞാൻ ഒരു കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കേട്ടോ. അങ്ങനെ പിന്നെ അത് വെക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ പതിമുഖത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അത് തീ ഓഫ് ചെയ്ത് ഞാനിങ്ങ് വാങ്ങി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ കുക്കർ എടുത്തിട്ട് അടുപ്പിലോട്ട് അങ്ങ് വെച്ചു. ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്പേസ് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തണം. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, വെള്ളം കൂടിപ്പോയി. പിന്നെ കുക്കറിൽ നിന്ന് വെള്ളം ചീറ്റി അവിടെയൊക്കെ കഞ്ഞിവെള്ളം ആയി കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തുടച്ചെടുത്തു. പിന്നെ നമ്മുടെ പയർ വേവിക്കാനായിട്ട് ആ കുക്കറിൽ തന്നെ ഞാൻ കഞ്ഞി മാറ്റിയിട്ട് അതിലോട്ട് പയർ വെച്ചേ. അതിനുശേഷം അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു. ഞാൻ തോട് കളയാതാണ് എടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെ മരണ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴേ ഈ കഞ്ഞിയും പയറും കിട്ടുമ്പോൾ അതിൽ വെളുത്തുള്ളിയുടെ തോടൊക്കെ കിടക്കത്തില്ലേ, അങ്ങനെ അത് ഉദ്ദേശിച്ച് ഞാനങ്ങ് തോടോട് കൂടി. അതുമല്ല, നമ്മൾ കുക്കറിൽ നിന്ന് കഞ്ഞി എടുത്തപ്പോഴേ അതിൽ വെള്ളം നല്ല കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഗ്യാസിൽ അങ്ങ് ചൂടാക്കാനായിട്ട് വെച്ചു. ഒരു ചട്ടിയെടുത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിൽ കടുക് താളിച്ചിട്ട് കറിവേപ്പില ഇട്ടേ. കറിവേപ്പില ഇനി ഇഷ്ടം പോലെ ഇടാം, ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം ഇത് പയറെല്ലാം കൂടെ അതിൽ തട്ടിയിട്ട്, പയർ വെന്തതാണല്ലോ, പിന്നെ ഉപ്പും കൂടി ഇട്ട് അരപ്പ് നമ്മൾ തോരത്തിന് അരച്ച് വെച്ചേക്കുന്നത് അതും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എടുക്കണേ. തോരൻ അപ്പോൾ സെറ്റായി. എനിക്ക് ഒന്നാമത് ഈ കഞ്ഞിയും പയറൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇപ്പം എനിക്ക് എന്തോ കഞ്ഞി കുടിക്കാനായിട്ട് തോന്നിയിട്ട് അങ്ങ് ഉണ്ടാക്കുവാണേ. പിന്നെ അതെല്ലാം ആയി. ഞാൻ പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മാങ്ങാച്ചാറും കൂടെ ഉണ്ടായിരുന്നേ, അതും കൂടെ എടുക്കുവാണ്. കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ ചൂടാറ് മുന്നേ കഴിക്കണമല്ലേ. അപ്പോൾ പിന്നെ അത് കോരി എടുത്തതിന് ശേഷം ഞാൻ നേരെ കയറി അടുപ്പിൻ്റെ പാത്രത്തിൽ അങ്ങ് ഇരുന്നേ. അവിടെ ആകുമ്പോൾ ചെറിയൊരു ചൂടും കൂടെ ഉണ്ട്, നല്ല തണുപ്പല്ലേ പുറത്ത്. അങ്ങനെ പിന്നെ അവിടെ ഇരുന്നങ്ങ് കുടിച്ചു. അങ്ങനെ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു ഗൈസ്. ഇനി ചെറുതായിട്ടൊന്ന് ഉറങ്ങണം, അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.